മുൻവിരോധത്താൽ വീട്ടിൽ വെട്ടുകത്തിയുമായി അതിക്രമിച്ചു കയറി യുവതിയെ വെട്ടിയപ്പോൾ തടഞ്ഞ 12-കാരിയായ മകൾക്ക് വെട്ടേറ്റതിനെ തുടർന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും കൂടൽ അതിരങ്കൽ അഞ്ചുമുക്ക് പറങ്ങാന്തോട്ടത്തിൽ അനിയൻ കുഞ്ഞെന്ന് ഗീവർഗീസ് തോമസ് 42 ശിക്ഷിക്കപ്പെട്ടത്. പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ കോടതി 1 ജഡ്ജി GP ജയകൃഷ്ണനാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം ശിക്ഷിച്ചത്. ഗുരുതരമായി പരിക്കുകൾ ഏൽപ്പിച്ചതിന് 5 വർഷം കഠിന തടവും 50,000 രൂപയും, വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷിച്ചു. ശിക്ഷാ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. പിഴത്തുക കുട്ടിക്ക് നൽകാനും ഒടുക്കിയില്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നും കണ്ടുകെട്ടി നൽകാനുള്ള നടപടി സ്വീകരിക്കാനും വിധിയിൽ പറയുന്നു. 2016 മാർച്ച് 12 രാവിലെ 10:30 സംഭവം. സ്ഥലമായി മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന പ്രതിയെപ്പറ്റി കൂടുതൽ പോലീസിൽ വിളിച്ച് അറിയിക്കുമെന്ന് പറഞ്ഞ അയൽവാസി മേടക്കര വീട്ടിൽ പ്രിയ ദിലീപിനെയാണ് വെട്ടുകത്തിയുമായി ആക്രമിച്ചത്. കൂടാതെ പ്രിയയും കുടുംബവും വീട് വിറ്റ് പോകാത്തതിലുള്ള മുൻവിരോധവും ആക്രമണ കാരണമായി. അസഭ്യം വിളിച്ചുകൊണ്ട് പ്രതി കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇവരുടെ പിടലിക്ക് വെട്ടുകയായിരുന്നു. ഈ സമയം വീട്ടിൽ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന 12-കാരിയായ മകൾ കൈകൾ കൊണ്ട് തടഞ്ഞു. കൈകൾക്ക് വെട്ടേറ്റു. ഇടത് കൈപ്പത്തിക്ക് താഴെ റിസ്റ്റിൻ്റെ ഭാഗത്ത് പ്രധാന ഞരമ്പ് മുറിഞ്ഞു മാറി. അതിന് താഴെയുള്ള അസ്ഥിക്ക് മുറിവും സംഭവിച്ചു. വലതു കൈവെള്ള ഭാഗത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ ആയതിനാൽ പോലീസിന് മൊഴി എടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് അമ്മയുടെ മൊഴി കൂടൽ അഡീഷണൽ SI ആയിരുന്ന VT രാജു രേഖപ്പെടുത്തി പിറ്റേന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയുടെ കുടുംബം പട്ടിക വിഭാഗത്തിൽപ്പെട്ടായതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട കേസ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ അടൂർ DYSP P റഫീഖ് ആയിരുന്നു. പ്രോസിക്യൂഷന്മാരായ അഡ്വക്കേറ്റ് T ഹരികൃഷ്ണൻ, അഡ്വക്കേറ്റ് ഹരിശങ്കർ പ്രസാദ് എന്നിവർ കോടതിയിൽ ഹാജരായി. ASI ആൻസി കോടതി നടപടിയിൽ പങ്കാളിയായി.